24-25 3 വർഷം പണിയെടുത്താൽ മതി. എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം പറഞ്ഞാല് പണി വാങ്ങാ, പൈസ ഉണ്ടാക്കുക, തിന്ന. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങളാ. ഇതിലിപ്പോ എന്താ പ്രത്യേകത? സംഭവം എന്താ അറിയോ? വലുതായിട്ടൊന്നുമില്ല. എങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞുതരാം. നല്ല പണി വാങ്ങാം, പഠിച്ച പണി തന്നെ വാങ്ങാം. പഠിച്ച പണി കഴിഞ്ഞിട്ട് അതിന് നല്ല പൈസ ഉണ്ടാക്കാം. ഇങ്ങനെ എല്ലായിടത്തും കറങ്ങാൻ പോവാ, ഫുള്ള് കറങ്ങാൻ പോവാ. അവിടെ ഉണ്ടാവുമല്ലോ ഒരു ഫുഡ്, ഇന്നതായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ അവിടുത്തെ ഫേമസ്. അത് ട്രൈ ചെയ്യാം. എന്നിട്ട് ഫുൾ തിന്ന് ഇങ്ങനെ നടക്കുക, ഡ്രസ്സ് വാങ്ങാ, ചെരുപ്പ് വാങ്ങാ, മേക്കപ്പ് വാങ്ങാ, സ്കിൻ കെയർ വാങ്ങുക. ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടക്കുക. സോളോ ട്രിപ്പ്. അതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള മാറ്റം. ഇതിപ്പോ ഒരു ആൺകുട്ടിയാണ് ഇപ്പൊ എങ്ങനെ ചിന്തിക്കുക? എനിക്ക് നല്ല ജോലി കിട്ടി, ഒരുപാട് പൈസ സമ്പാദിച്ച്, നല്ലൊരു കല്യാണം കഴിച്ച്, നല്ലൊരു വീട് വെച്ച്, നല്ലൊരു കാറ് വാങ്ങി, മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച്, വിദ്യാഭ്യാസം കൊടുത്ത്, അങ്ങനെയുള്ള ചിന്താഗതിയാവും. ഇതങ്ങനെയല്ല. ഇത് കുറെ തിന്നണം, കുറെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം, കുറെ ഡ്രസ്സ് വാങ്ങണം, ചെരുപ്പ് വാങ്ങണം, മേക്കപ്പ് സാധനം വാങ്ങണം, സ്കിൻ കെയർ വാങ്ങണം. വേറൊരു ചിന്തയില്ല. എന്നാൽ നല്ലൊരു കല്യാണം കഴിക്കണം, എനിക്ക് ജോലി, എനിക്ക് ശമ്പളം, ഭർത്താവിനും ശമ്പളം, ഫാമിലി ഓക്കെയാണ്, മക്കളെയൊക്കെ നന്നായി പഠിപ്പിച്ച്, ആ ചിന്തകളൊന്നുമില്ല. ഇത് കുറെ ഒറ്റക്ക് തിന്നണം, ഒറ്റക്ക് നടക്കണം, കുറെ ചെരുപ്പ് വാങ്ങണം, കുറെ മേക്കപ്പ് വാങ്ങണം. എന്താ കഥ? വല്ലാത്ത ജാതി. പറ കേക്കട്ടെ. സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം നടക്കോ? ഞാൻ എന്താ അറിയോ? ഞാന് പഠിച്ച് പാസ്സാവും. പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ ജോലി വാങ്ങും. ജോലി വാങ്ങിയിട്ട് ഞാൻ എവിടെ അറിയാം, ഖത്തറില് ഗവൺമെന്റില് ജോലി വാങ്ങിയിട്ട് 10 ലക്ഷം മാസം സാലറി ആണ്. 10 ലക്ഷം ശമ്പളം ഫിക്സ്. അല്ല, അത് ഞാൻ എക്സാം എഴുതി പാസ്സാവും. ഞാൻ നല്ല പഠിക്കോ. എന്നിട്ട് എന്താ അറിയോ, ഭാഗ്യം ഉണ്ടല്ലോ എനിക്ക്. എന്താ അറിയോ? ഉറപ്പാ. എന്നിട്ട് 10 ലക്ഷം മാസം സാലറി വാങ്ങും. സാലറി വാങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറേ പൈസ ഉണ്ടാക്കും. കുറെ പൈസ ഇങ്ങനെ കൂട്ടിവെച്ചിട്ട് ഈ മറ്റേ പോലൊക്കെ അല്ലേ, സിനിമ നടികളൊക്കെ അല്ലേ, സ്വന്തമായിട്ട് ബ്രാൻഡൊക്കെ തുടങ്ങി വലിയൊരു ബിസിനസ് ഗേളൊക്കെ ആണ്. അങ്ങനെ എന്തൊക്കെയാ പൈസ കൂട്ടിച്ച് ഞാൻ വലിയൊരു ബിസിനസ് ഗേളോ. എന്നിട്ട് ഞാൻ പണി നിർത്തിട്ടോ, ഹോസ്പിറ്റൽ പണി നിർത്തോ. എന്നിട്ട് എനിക്ക് ഫേമസ് ആവണം. എന്തൊക്കെ ഇന്നെ എങ്ങനെ എല്ലാരും ഇന്റർവ്യൂക്കൊക്കെ വിളിച്ച്, എന്താ നിങ്ങളെ എങ്ങനെയാ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതൊക്കെ. ഏതായാലും എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഈ ഗൾഫിക്ക് വരുന്ന ആൾക്കാരില് ഏറെക്കുറെ എല്ലാ ആളുകൾക്കും കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. ഞാൻ ഒരുപാട് കാലമൊന്നും കഷ്ടപ്പെട്ട് ജീവിതം നശിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ 2-3 വർഷമൊക്കെ നിൽക്കുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആവും. ഇങ്ങനെയാണ് ഏറെക്കുറെ എല്ലാ ഗൾഫുകാരും ഗൾഫിലേക്ക് ആദ്യം വണ്ടി കയറുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ നിന്നിട്ട് 2 വർഷം 10 വർഷം 20 വർഷം നിന്ന് കഴിഞ്ഞാലും അവർ പൈസയും സമ്പാദിക്കാറില്ല. പഴയ കടങ്ങൾ വീടി പുതിയ കടങ്ങൾ വരാറാണ് പതിവ്. നാട്ടിലുള്ള ആ സ്വപ്നങ്ങളൊന്നും അധികം ഗൾഫുകാർക്ക് നടക്കാറില്ല. അപ്പം ഗൾഫിലേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും സ്വപ്നമൊക്കെ ഇതൊക്കെ തന്നെയാണ്. നടക്കണം, അത്രയേ ഉള്ളൂ. എല്ലാവിധ ആശംസകളും നേരട്ടെ.